ഹലോ, ഇന്നലത്തെ പോലെ തന്നെ നമ്മുടെ അട്ടപ്പാടിക്ക് ഇന്ന് വൈകുന്നേരം നല്ല മഴയാണ്. മഴ തോറുന്ന നേരം കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കാമെന്നും പറഞ്ഞ് ഞാനൊന്ന് മുറ്റത്തേക്ക് ഇറങ്ങി. കാർമേഘം നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷം, അതിന് താഴെ നമ്മുടെ മുറ്റത്തുള്ള ഈ ചെടികളും കാണാൻ സൂപ്പറായിരുന്നു. മഴ മാറിയപ്പോൾ കുറച്ച് കിളികൾ ബഹളം വെച്ചുകൊണ്ട് നമ്മുടെ ചെമ്പരത്തിയിൽ വന്ന് ചേക്കേറിയിട്ടുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ ഈ പൂവ് മാത്രമായിട്ടൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി പോയപ്പോൾ പക്ഷികളെല്ലാം കൂടി എന്നെ കണ്ട് പേടിച്ച് പറന്നുപോയി. തൊട്ടപ്പുറത്ത് നിൽക്കുന്ന അരളിപ്പൂവിന് മണമുണ്ടോയെന്ന് എനിക്കൊരു സംശയം. പോയി മണത്ത് നോക്കിയാലോ? അത് പോയി മണത്ത് നോക്കി, മണമുണ്ട് കേട്ടോ. പിന്നെ അതിലുണ്ടായിരുന്ന മഴവെള്ളം മൊത്തം എൻ്റെ മേത്തേക്ക് കുടഞ്ഞു മാറ്റിയാണ് ഞാൻ. അതിനപ്പുറത്ത് നിൽക്കുന്ന ആര്യവേപ്പിൻ്റെ കൊമ്പിലാണെങ്കിൽ നിറയെ മഴത്തുള്ളികൾ, അതും കുലുക്കി എൻ്റെ മേത്തേക്ക് ചാടിച്ചു. മഴവെള്ളത്തിന് ഒരു സുഖം ഉണ്ടല്ലോ, ആ ഒരു സുഖം അനുഭവിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തത്. പിന്നെ കള്ളിച്ചെടിയുടെ ഇലയിൽ ഇത് ഒരു മുത്തുമണി പോലെ നിൽക്കുന്ന മഴത്തുള്ളി ഞാൻ എൻ്റെ വിരലിൽ കൂടി ഇങ്ങനെ ഒഴുക്കി വിട്ടു കേട്ടോ. നമ്മുടെ മുറ്റത്തെ പേരയ്ക്കാമരത്തിൽ 2 പേരയ്ക്ക ഉണ്ടായിരുന്നു. ആ പേരയ്ക്കയിൽ അങ്ങിങ്ങായി കിടക്കുന്ന മഴത്തുള്ളികളെല്ലാം ഞാനിതേ വലിച്ചു കയറ്റി അകത്താക്കി. അതിനപ്പുറത്ത് നിൽക്കുന്ന ഈ വേലിച്ചെടി ഉണ്ടല്ലോ, ആ വേലിച്ചെടി പൂവ് എന്നെ നോക്കി ഇങ്ങനെ ചിരിച്ചപ്പോൾ അതൊരു രസം തോന്നി. അതിൻ്റെ കായാണിത്, ഇത് കഴിക്കാൻ പറ്റും. അപ്പോൾ ഞാനിതാ ചെടിയിൽ തന്നെ വെച്ചൊന്ന് കഴിച്ചു നോക്കിയാൽ വല്ല പുഴു അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നോന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും എല്ലാം കൂടി കൂട്ടി ചവച്ചരച്ച് ഞാനിതാ തിന്നിട്ടുണ്ട്. പുഴു ഉണ്ടെങ്കിൽ ആവട്ടെ. ആ കായയുടെ കറുത്ത തോല് പല്ലിലൊട്ടിയപ്പോൾ ഞാനും പേടിച്ചു പോയി, എന്ത് പറ്റി എൻ്റെ പല്ലിനെന്ന്. അപ്പോൾ വീഡിയോ എത്രയുള്ളൂ, ബൈ.